റൂബൻ അമോറിം പോയതിനു ശേഷം മൈക്കൽ കാരിക്കിന്റെ കീഴിൽ തകർപ്പൻ ഫോമിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവസാനം കളിച്ച 5 കളിയും തോറ്റിട്ടില്ല. ഒരു സമനിലയും 4 വിജയവുമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കിയിട്ടുള്ളത്. 4 വിജയം എന്ന് പറയുമ്പോൾ പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തുള്ള ആഴ്സണലിനെ പരാജയപ്പെടുത്തി, 2-ാം സ്ഥാനത്തുള്ള സിറ്റിയെ പരാജയപ്പെടുത്തി, അങ്ങനെ വമ്പൻ വിജയങ്ങളുമായിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത മത്സരം എവർട്ടണിനെതിരെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു ബ്രസീലിയൻ താരമായിട്ടുള്ള മത്തിയസ് കുഞ്ഞ ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ നിലവിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മികച്ച പെർഫോമൻസിന് കാരണം ഇപ്പോൾ നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു കോച്ചായിട്ടുള്ള മൈക്കൽ കാരിക്ക് അല്ല, ഇന്ററിംഗ് കോച്ചായിട്ട് മൈക്കൽ കാരിക്ക് എത്തിയതിനു ശേഷമാണ് ഈ ഒരു 5 മത്സരങ്ങളും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെ മികച്ച രീതിയിൽ കളിച്ചിരുന്നത്. അപ്പോൾ ഇന്ററിംഗ് കോച്ചായിട്ട് എത്തിയ മൈക്കൽ കാരിക്കിനെ എല്ലാവരും പ്രശംസിക്കുന്നത് നമ്മൾ കണ്ടു. ഞാനും പല വീഡിയോയിലൂടെ അത് പറഞ്ഞിരുന്നു. കാര്യത്തിൻ്റെ ആ ഒരു കോച്ചിങ് എബിലിറ്റി വളരെ മികച്ചതാണ്. ഒരു യുണൈറ്റഡ് ബ്ലഡ് അതാണ് താരം അതിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. യുണൈറ്റഡിന്റെ DNA ആണ് ഈ ഒരു മൈക്കൽ കാരിക്ക് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ മത്തിയസ് കുഞ്ഞ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂബൻ അമോറിമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ടീമിനെ ഈ രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. മത്തിയസ് കുഞ്ഞ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂബൻ അമോറിം ടീമിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നു. മത്തിയസ് കുഞ്ഞ ഉൾപ്പെടെയുള്ള കുറേ താരങ്ങളെ റൂബൻ അമോറിമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ടീമിന് വേണ്ടി മോശം പെർഫോമൻസ് നടത്തിക്കൊണ്ടിരുന്ന കുറേ താരങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. റൂബൻ അമോറിം ആണ് ഈ ഒരു ടീമിന്റെ ഇപ്പോഴത്തെ പെർഫോമൻസിന് ആദ്യത്തെ ഒരു കാരണം എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ആ ഒരു ബേസ്മെന്റ് കെട്ടിയിട്ടുള്ളത്. അതിന് മുകളിൽ കെട്ടിപ്പൊക്കിയിരിക്കുകയാണ് മൈക്കൽ കാരിക്ക് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന ടീമിനെ. ഇതാണ് മത്തിയസ് കുഞ്ഞ പറഞ്ഞിട്ടുള്ളത്. എനിക്കും ഇത് ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം റൂബൻ അമോറിമിന്റെ കീഴിൽ റൂബൻ അമോറിമിന്റെ ആ ഒരു ടാക്ടിക്കലി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ടാക്ടിക്സിൽ ചെറിയ ആ ഒരു 3 മാൻ ബാക്കിനെ വെച്ച് കളിക്കുന്ന ആ ഒരു ടാക്ടിക്കലി ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അവസാന സമയം നോക്കുമ്പോൾ 7 മാച്ചിൽ 2 മാത്രം വിജയിക്കുന്ന ഒരു സാഹചര്യം വന്നു. അതും എങ്ങനെയാണ്? ടീമിലെ ആഫ്രിക്കൻ പ്ലേയേഴ്സൊക്കെ ആ ഒരു കപ്പ് ഓഫ് നേഷൻസ് അതിന് പോയി. ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിന് പോയ ആ ഒരു ഗ്യാപ്പിലായിരുന്നു ആ ഒരു സംഭവമൊക്കെ നടന്നിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ടീമിനെ വെച്ചിട്ട് ആ ഒരു റിസൾട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരുന്നു. സീസണിന്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് മോശം പെർഫോമൻസ് നടത്തി. അതിനുശേഷം ടീം ഒന്ന് ബാലൻസ് ആയി വന്നു. പിന്നീട് വീണ്ടും താഴേക്ക് പോയപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു എന്നതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം കെട്ടിപ്പൊക്കിയ ആ ഒരു ബേസ്മെന്റാണ്, അദ്ദേഹം കെട്ടിപ്പൊക്കിയ ബേസ്മെന്റിന്റെ മുകളിലാണ് ഇപ്പോൾ മൈക്കൽ കാരിക്ക് ആ ഒരു ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുന്നത് എന്നാണ് മത്തിയസ് കുഞ്ഞ പറഞ്ഞിട്ടുള്ളത്. മത്തിയസ് കുഞ്ഞയുടെ ഈ ഒരു ഒപ്പീനിയൻ ഞാൻ 100% യോജിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങൾക്കൊരു ഒപ്പീനിയൻ കാണുമല്ലോ, അതെന്ത് തന്നെയാണെങ്കിൽ കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ ഞാൻ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫൂട്ടേൽ.